മിസ്റ്റർ ഗോപിനാഥ് മുതുകാട്, താങ്കൾ എയറിൽ കയറിയ കാര്യം അറിഞ്ഞു കാണുമല്ലോ. കയറ്റാൻ വേണ്ടി ചിലർ അരയും തലയും മുറുക്കി ഇറങ്ങിയ കാര്യവും അങ്ങേക്ക് അതീവ സന്തോഷം പകർന്നു കാണും. ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള മാജിക് പ്ലാനറ്റ് എന്ന സ്ഥാപനത്തെ പറ്റി അറിയാത്തവരായി ആരും തന്നെയില്ല. ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ എത്രത്തോളം സെൻസിറ്റീവ് ആണെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ മാജിക് പ്ലാനറ്റ് പോലെയുള്ള സ്ഥാപനത്തിന്റെ വളർച്ചയിലും സ്വീകാര്യതയിലും ചിലർ അസ്വസ്ഥരായാൽ അവർക്ക് ഈ രീതിയിലല്ലാതെ പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കാനാവുക? പ്രശസ്തരായ ചില വ്ളോഗർമാർ കേരളത്തിൽ മറ്റൊരു വിഷയവും ഇല്ലാത്ത പോലെ താങ്കൾക്കെതിരെ വാളെടുക്കുമ്പോൾ, ഭൂതകാലം വരെ ചെക്കഞ്ഞെടുക്കാൻ പാടുപെടുമ്പോൾ ടാർഗറ്റ് ചെയ്യപ്പെടുകയാണ് എന്ന സംശയം താങ്കൾക്ക് തോന്നുന്നില്ലേ? ഈ വിവാദങ്ങളുടെ മറ്റൊരു വശം പരിശോധിക്കുകയാണെങ്കിൽ മിസ്റ്റർ മുതുകാട്, താങ്കൾക്കെതിരെ ആരോപണവുമായി വന്നിരിക്കുന്ന രക്ഷിതാക്കളെ പൂർണ്ണമായും കുറ്റപ്പെടുത്താൻ കഴിയുമോ? കലോത്സവ വേദികളിൽ പോലും കുട്ടികൾക്ക് വേണ്ടി പടപ്പുറപ്പാട് നടത്തുന്ന രക്ഷിതാക്കളുടെ നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അച്ഛനമ്മമാരുടെ മാനസികാവസ്ഥ നിങ്ങൾ കുറച്ചുകൂടി കാര്യമായി പരിഗണിക്കേണ്ടതായിരുന്നു. അവരോട് സംവദിക്കുമ്പോൾ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമ്പോഴൊക്കെ മറ്റു വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ വച്ചു പുലർത്തേണ്ടതായിട്ടുണ്ട്. താങ്കൾക്കെതിരെ വന്നിരിക്കുന്ന ഈ ആരോപണങ്ങൾ ഒരിക്കലും ആധികാരികമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലോ രേഖകളുടെ അടിത്തറയോട് കൂടിയോ ആണെന്ന് കാണാൻ കഴിയുന്നില്ല. ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയ കുട്ടികളുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുന്ന മാജിക് പ്ലാനറ്റിൽ വരുന്ന ഓരോ കുട്ടിക്കും കഴിവുകൾ പല വിധത്തിലാണ്. അതിനുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ തീർച്ചയായും പല രക്ഷിതാക്കളെയും അസ്വസ്ഥരാക്കിയേക്കാം. അതിൽ നിന്നും ഉണ്ടാകുന്ന നിരാശ എന്ന നിലയിലുള്ള അഭിപ്രായ പ്രകടനമായിട്ട് മാത്രമേ താങ്കൾക്കെതിരെയുള്ള ഈ ആരോപണങ്ങളെ അങ്ങേ അനുകൂലിക്കുന്ന ഏതൊരു വ്യക്തിക്കും കാണാൻ കഴിയൂ. ഈ വൈകാരികതയെ താങ്കൾക്കെതിരെയുള്ള ആയുധമാക്കി മാറ്റുന്ന ചിലരുണ്ട്. അവരുടെ ഉദ്ദേശം എന്താണ്? ഈ കുട്ടികൾക്ക് മാജിക് പ്ലാനറ്റ് നൽകുന്ന അവസരങ്ങൾ നൽകാൻ അവർക്ക് കഴിയില്ല. ഈ കുട്ടികൾക്കായി വിദേശത്തു നിന്നും സ്വരുക്കൂട്ടുന്ന പണം യഥേഷ്ടം വിനിയോഗിക്കാൻ മുതുകാടിനെന്നല്ല ആർക്കും കഴിയില്ലെന്ന കാര്യം ആരും മറന്നുപോകരുത്. എന്തൊക്കെ പറഞ്ഞാലും മലയാളികൾക്ക് വിശ്വാസമാണ് താങ്കളെ. വിസ്മയിപ്പിക്കുന്ന പ്രകടനം കൊണ്ട്, പറയുന്ന വാക്കുകൾ കൊണ്ട് നിങ്ങൾ ഒട്ടേറെ വ്യക്തിത്വങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. ജയപരാജയങ്ങളുടെ കയ്പുനീർ കുടിച്ചു വളർന്ന താങ്കളെയാണ് അവർ പുളിവെള്ളം കുടിപ്പിക്കാൻ നോക്കുന്നത്. പാവങ്ങൾ അറിയുന്നില്ല അവർ തിന്നുന്നത് ഉപ്പാണെന്ന്. തീർച്ചയായും വെള്ളം കുടിക്കും. സത്യം ജനങ്ങൾ മനസ്സിലാക്കും. ധൈര്യമായി മുന്നോട്ട് പോവുക.